അതിനിഗൂഢത കൊണ്ട് സാഹസിക സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് ആമസോൺ മഴക്കാടുകൾ. തെക്കേ അമേരിക്കയിലെ ആമസോൺ പ്രദേശത്ത് പല രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ. വനസൗന്ദര്യം കൊണ്ട് അതിശയിപ്പിക്കുന്ന ആമസോണിലാണ് ലോകത്ത് അവശേഷിക്കുന്ന മഴക്കാടുകളുടെ പകുതിയും സ്ഥിതി ചെയ്യുന്നത്. 16,000 സ്പീഷീസുകളിലായി 39,000 കോടി മരങ്ങളാണ് ഇവിടെയുള്ളത്. ഇപ്പോഴും ഈ പ്രദേശം മനുഷ്യൻ പൂർണ്ണമായി പര്യവേഷണം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഏറ്റവും വലിയ അജ്ഞാതമായ പ്രദേശങ്ങളാണ് ആമസോൺ മഴക്കാടുകൾക്കുള്ളിലുള്ളത്. ആമസോൺ വനപ്രദേശത്തിൻ്റെ 60% ബ്രസീലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രസീലിനെ കൂടാതെ പെറു, കൊളംബിയ, വെനിസുല, ഇക്വഡോർ, ബൊളീവിയ, ഗയാന, സുരിനാം, ഫ്രഞ്ച് ഗയാന എന്നീ 9 രാജ്യങ്ങളിലായിട്ടാണ് ഈ വനം വ്യാപിച്ചു കിടക്കുന്നത്. ആമസോൺ പ്രദേശത്തിൻ്റെ ആകെയുള്ള 70 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ 55 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലും ഈ വനം വ്യാപിച്ചു കിടക്കുകയാണ്. വ്യത്യസ്തമായ വിവിധയിനം ജീവജാലങ്ങളും പക്ഷിജാലങ്ങളും സസ്യജാലങ്ങളും ഒക്കെ നിറഞ്ഞ ഈ പ്രദേശത്തേക്ക് ഒട്ടേറെ സാഹസികർ എത്തുന്നുണ്ടെങ്കിലും വളരെ കുറച്ചു പേർക്ക് മാത്രമേ യഥാർത്ഥ വനത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. പച്ചപ്പിൻ്റെ സൗന്ദര്യത്തിൽ കുളിച്ചു നിൽക്കുന്ന ഈ മഴക്കാട് പല ജീവികളുടെയും ആവാസ സ്ഥലം കൂടിയാണ്. 25 ലക്ഷം പ്രാണി സ്പീഷീസുകൾ, 2000 തരം പക്ഷി ഇനങ്ങൾ, 427 സസ്തനികൾ, 428 ഉഭയജീവികളും 378 ഉരഗങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തമായ വിവിധയിനം ജീവജാലങ്ങൾ ആമസോൺ മഴക്കാട്ടിൽ കാണപ്പെടുന്നു. ലോകത്ത് കാണുന്ന 5 തരം പക്ഷികളിൽ ഒന്നും അതുപോലെ തന്നെ 5-ൽ 1 തരം മത്സ്യങ്ങളും ആമസോൺ മഴക്കാടിലാവുമെന്നാണ് പറയുന്നത്. ലോകത്ത് അറിയപ്പെടുന്ന സസ്യജന്തുജാലങ്ങളിൽ 10-ൽ 1 ഇവിടെയാണുള്ളത്. അപകടകാരികളായ വന്യജീവികളുടെ കേന്ദ്രമാണ് ആമസോൺ. കറുത്ത ചീങ്കണ്ണി, ജാഗ്വർ, പ്യൂമ, അനാക്കൊണ്ട തുടങ്ങിയ വന്യജീവികളും ഷോക്കടിപ്പിക്കാൻ കഴിവുള്ള ഇലക്ട്രിക് ഈലുകളും മനുഷ്യനെ തിന്നാൻ വരെ ശേഷിയുള്ള പിരാനകളും ഇവിടെയുണ്ട്. കൂടാതെ കൊടിയ വിഷമുള്ള ചെടികളും മരങ്ങളും തവളകളും പാമ്പുകളും പ്രാണികളും മുതൽ പേവിഷം പരത്താൻ കഴിവുള്ള വാമ്പയർ വവ്വാലുകളും വരെ ഇവിടെ യഥേഷ്ടം കാണപ്പെടുന്നു. പുരാതന കാലം മുതൽ തന്നെ ആമസോൺ വനങ്ങളിൽ മനുഷ്യരും വസിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 11,200 വർഷം മുമ്പ് മനുഷ്യർ വസിച്ചിരുന്നതായിട്ടാണ് ഗവേഷകർ സൂചിപ്പിക്കുന്നത്. ആധുനിക കാലത്ത് AD 1250 മുതൽ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു. ആധുനിക കാല ഗവേഷണങ്ങൾ അനുസരിച്ച് AD 1500 കാലഘട്ടത്തിൽ 50 ലക്ഷത്തോളം ആൾക്കാർ ഈ പ്രദേശത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടാകുമെന്നാണ്. എന്നാൽ ഇന്നത് 2 ലക്ഷത്തിനും താഴെയാണ്. ഇന്നും അറിയപ്പെടാത്ത ഒട്ടേറെ ഗോത്രവർഗക്കാരും ഇവിടെ ജീവിക്കുന്നുണ്ട്. പല തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലും സഞ്ചാരികൾക്കായി ആമസോൺ വനത്തിലേക്കുള്ള പര്യവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അവയിൽ ഏറിയ പങ്കും അപകടരഹിതമായ സുരക്ഷിതമായ യാത്രകളാണ്. എന്നാൽ പ്രത്യേക അനുമതിയോടെ ഗവേഷകർ ഉൾപ്പെടെയുള്ളവർ ഈ കാടിനുള്ളിലേക്ക് കടക്കുന്നുണ്ട്. സാറ്റലൈറ്റുകൾക്ക് പോലും കണ്ടെത്താനാവാത്ത ഈ കാട്ടിലെ നിഗൂഢതകൾ തേടി പല സാഹസികരും ഇതിനുള്ളിൽ കടന്നിട്ടുണ്ടെങ്കിലും ഉൾവനങ്ങളിലൂടെ കടന്നുപോയി ജീവനോടെ തിരിച്ചെത്തുവാൻ വളരെ കുറച്ചു പേർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. എങ്കിലും ആവേശത്തോടെ ആമസോണിൻ്റെ നിഗൂഢതകൾ തേടി ഒട്ടേറെ പേർ എത്തിക്കൊണ്ടിരിക്കുന്നു.